മറ്റ് നടന്മാരെ പോലെ കോടികൾ ബാങ്ക് ബാലൻസ് ഇല്ലാത്തൊരു നടനാണ് നമ്മുടെ സലീം കുമാർ. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു സിനിമയ്ക്ക് ഇത്ര എമൗണ്ട് വേണം എന്ന് നിർബന്ധം പിടിക്കാറില്ല. അദ്ദേഹം കഥാപാത്രങ്ങളെ നോക്കി, സുഹൃത്തുക്കളെ നോക്കി, സുഹൃത്തുക്കളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ആണ് അദ്ദേഹം പൈസ വാങ്ങിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാറിന് സമ്പാദ്യമൊന്നുമില്ല. സലീം കുമാറിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ആ വീട്. ആ വീടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ മൂപ്പര് തുടക്കത്തിൽ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ചെറിയൊരു വീട്, പക്ഷെ ആ വീട് 6000 സ്ക്വയർ ഫീറ്റ് വീടായി മാറി. അതാളൊരു സ്വപ്നമായിരുന്നു, അതങ്ങനെ ചെയ്തു. അദ്ദേഹം പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം 200 ആശാരിമാർ 2 കൊല്ലമായിട്ട് അവിടുത്തെ തേക്കിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ആ വീട് പണിതത്. 62 സെൻറ്റിലാണ് ആ വീട് ഇരിക്കുന്നത്. മൂപ്പർക്ക് 6-7 മക്കളുണ്ടായിരുന്നവർ. അതിലേക്ക് സലീം കുമാറിന് കിട്ടിയുള്ള തറവാട് വീടാണ്. പക്ഷേ അവിടെ വീട് പണിയാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ 62 സെൻറ്റ് സ്ഥലം മേടിച്ചത്. എന്നിട്ട് അവിടെയാണ് വീട് പണിതത്. വെള്ളപ്പൊക്കത്തിന് സലീം കുമാറിൻ്റെ വീട് വരെ മുങ്ങി. അടിയിലത്തെ നിലയിലൊക്കെ വെള്ളം വന്നു. പക്ഷേ ആ നാട്ടുകാരെല്ലാവരും 2ാമത്തെ നിലയിലാണ് എല്ലാവരും സലീം കുമാർ കയറ്റി താമസിപ്പിച്ചത്. വലിയൊരു മനസ്സല്ല അതൊക്കെ. അപ്പോൾ അത്രയും ഒരു നന്മ നിറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പൈസ മുഴുവൻ എങ്ങടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡ് കിട്ടി. ആ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് സിനിമകൾ വളരെയധികം കുറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോമഡി സിനിമയ്ക്ക് വിളിക്കുന്ന ആൾക്കാർ വിളിക്കാണ്ടായി. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഈ കോമഡി റോളിലേക്ക് വിളിച്ച ആൾ വരില്ല എന്നുള്ള ധാരണയിൽ അദ്ദേഹത്തിന് ആരും വിളിക്കാണ്ടായി. കോമഡി റോളിലേക്കും വിളിക്കുന്നില്ല, സീരിയസ് റോളിലേക്കും വിളിക്കുന്നില്ല. ഈ വീട്ടിലിരിപ്പായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം തമിഴിൽ പോയത്. തമിഴിൽ ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ചു, നല്ല കാശൊക്കെ കിട്ടി. ഇവിടെ കിട്ടുന്നതിൻ്റെ ഇരട്ടി പൈസ അവിടെ കിട്ടി. പിന്നീട് ദിലീപും കാര്യങ്ങളൊക്കെ, ദിലീപിൻ്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ടാണ് വീണ്ടും സലീം കുമാറിനെ സിനിമയിലേക്ക്, ഇവിടുത്തെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് മൂപ്പർക്ക് ഏറ്റവും നല്ല ഹാസ്യ നടനുള്ള അവാർഡ് കിട്ടി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം കുറേ ബിസിനസ്സുകൾ നടത്തി. ആ ബിസിനസ്സുകളൊക്കെ ഒന്നും ഗതി പിടിച്ചില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം സിനിമ ബിസിനസ്സാണ് മെയിനായിട്ട് നടത്തിയത്. ഇദ്ദേഹം നന്നായിട്ട് കഥ എഴുതും, സംവിധാനം ചെയ്യുന്നത് വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ 2-3 സിനിമകൾ ഇദ്ദേഹം എടുത്തു. അതൊന്നും തിയേറ്ററിൽ കണ്ടില്ല, വെളിച്ചം കണ്ടില്ല, കാശ് കുറേ നഷ്ടപ്പെട്ടു. അതിൽ ജയറാമിനൊക്കെ നായകനെ ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഒരു സിനിമ എടുത്തിട്ടുണ്ട്. ഇതൊന്നും പുറം ലോകം അറിഞ്ഞുമില്ല, കണ്ടുമില്ല. മൂപ്പര് ആ രോഗം വന്നതിന് ശേഷം ഉണ്ടായുള്ളൊരു കസർത്താണ് അതൊക്കെ കാണിച്ചത്. പക്ഷേ ആൾക്ക് ഒരു നല്ലൊരു മനസ്സ്, അത് വലിയ തിയേറ്ററിൽ വലിയ കളക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുടക്ക് മുതലെങ്കിലും തിരിച്ച് കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെയ്തതൊന്നല്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു സിനിമ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുമല്ലോ. സിനിമ ഫീൽഡിൽ വർക്ക് ആൾക്കാർക്കായാലും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇതൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയാണ് ആ കാശൊക്കെ കുറേ നഷ്ടപ്പെട്ടു. ഈ രോഗം വന്നിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് പൈസകൾ ചിലവായി. ഈ ലിവർ മാറ്റിവെക്കാനായിട്ടും അതിൻ്റെ ചികിത്സയായിട്ടും. ആ സമയത്ത് കുറേ സിനിമകളിൽ അഭിനയിക്കാണ്ടിരുന്നു. ആ സമയം വെറുതെ പോയി. അങ്ങനെ കുറേ സാമ്പത്തിക നഷ്ടം അതിലുണ്ടായി. അതും പോരാഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ലിവർ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഇദ്ദേഹം വയ്യാണ്ടായിട്ട് പോലും കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു. പലരും നിർബന്ധിച്ചിട്ടാണ് പല സിനിമകളിൽ അഭിനയിച്ചു. പിന്നെയൊക്കെ വല്ല ഇൻ്റർവ്യൂകൾ, അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മൂപ്പര് പോയിരുന്നു. അതുപോലെ തന്നെ കുറേ കാശ് ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷനിൽ ഇദ്ദേഹം നിന്നിരുന്നു. അതിലും കുറേ കാശ് നഷ്ടപ്പെട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാർ സിനിമാ ഫീൽഡിൽ നിന്ന് സമ്പാദിച്ചതൊക്കെ കുറേ സിനിമയിലേക്കും ചിലവായി, കുറേ രോഗത്തിനും ചിലവായി. പിന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീടുണ്ടെന്നുള്ളത്. വീടിൻ്റെ സ്ഥിതി എന്താണ്, കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും ഇന്ന വരെ സലീം കുമാറിനോട് ഈ വീടിന് എത്ര പൈസയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പര് ചെറിച്ച് തള്ളുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭീമമായുള്ളൊരു കാശ് ആ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, സ്ഥലം മേടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമ്പാദ്യത്തിലെ 3/4 പങ്കും ആ വീടിന് വേണ്ടി മൂപ്പര് മാറ്റിവെച്ചത്. പൈസ ആകുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു ജോലി ഇല്ലെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്നുള്ളൊരു ഇതൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ വീട് പണിത് ആൾ വെച്ചത്. പക്ഷേ പ്രായമാകുമ്പോഴേക്കും നല്ല പ്രായത്തിൽ തന്നെ മൂപ്പർക്ക് മരിക്കേണ്ടി വന്നു. മൂപ്പര് ചിന്തിച്ചതും മൂപ്പര് ഈ വീട് പണിതപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചതൊന്നും നടന്നില്ല. ആൾ ശരിക്കും പറഞ്ഞൊരു ബുദ്ധൻ്റെ വലിയൊരു ആരാധകനാണ്. ബുദ്ധൻ്റെ ഒരുപാട് പ്രതിമകൾ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ തേക്കിലുണ്ടാക്കിയുള്ളതാണ്. അതിനൊക്കെ ഒരുപാട് ചിലവ് വരുന്നതാണ്. അദ്ദേഹത്തിനോട് എന്താണ് ബുദ്ധനെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ബുദ്ധൻ്റെ ജീവിതവും ബുദ്ധൻ്റെ ആ ഒരു ആൾക്കാരെ സഹായിക്കാനുള്ള മനോഭാവവും
അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആരായാലും അദ്ദേഹത്തിൻ്റെ ആരാധകനായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ദൈവമില്ല എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ കുറേ കാലങ്ങൾക്ക് മുമ്പ് സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോയിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സലീം കുമാർ. പിന്നെ അമ്പലത്തിൽ പോകാണ്ടിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ആളെന്നെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അവിടെ ചുറ്റും നിൽക്കുന്നവരൊക്കെ വളരെയധികം കള്ളന്മാരും ദുഷ്ടന്മാരുമാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ദൈവം ഇരിക്കുന്നത്. അവിടെ ചെന്ന് കൂടുന്ന കുന്നുകൂടിയ കാശുകൾ കൊണ്ട് അവിടെ ആർഭാടമായിട്ട് ആൾക്കാർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാശ് ഒരിക്കലും ദൈവത്തിന് ആവശ്യമില്ല. നമ്മുടെ കാശിൽ നിന്ന് ഒരു ശതമാനം പോലും ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ പൈസ കൊടുത്താലാണോ ദൈവം നമുക്ക് നല്ലത് വരുത്തുക എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കൈക്കൂലിയായി മാറില്ലേ. അങ്ങനെ പൈസ കൊടുത്തുകൊണ്ട് ദൈവം എനിക്ക് നല്ലത് വരുത്തണ്ട. അങ്ങനെയാണ് മൂപ്പര് ഒരു ദൈവത്തിൻ്റെ വിശ്വാസം കുറഞ്ഞതും അതുപോലെ തന്നെ നിരീശ്വരവാദിയായതും അമ്പലത്തിൽ പോകണ്ടെന്ന് വിചാരിച്ചതും അതുപോലെ തന്നെയാണ് മരണാന്തര ശേഷക്രിയകളൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞതും അസ്ഥി കടലിൽ ഒഴുക്കണ്ടെന്ന് പറഞ്ഞതും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ആൾക്ക് ആളുടേതായുള്ള ഒരു തീരുമാനങ്ങളും ഒക്കെ ഉണ്ട്. മക്കൾ അതുപോലെ തന്നെ ആ കർമ്മങ്ങളൊന്നും ചെയ്തില്ല, അതുപോലെ തന്നെ അസ്ഥി കൊണ്ട് ഒഴുക്കിയില്ല. അച്ഛൻ എന്താ പറഞ്ഞോ അതേപോലെ നീങ്ങുന്ന മക്കളാണ് രണ്ട് പേര്. ഒരാൾ സിനിമയിൽ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ അഭിനയം പോരാ. സലീം കുമാറിൻ്റെ മകനാണ് എന്നുള്ള നിലയിൽ നമുക്ക് സത്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. വളരെ 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 മോശമാണ്. മുഖത്ത് ഭാവങ്ങളൊന്നും വരില്ല. വെറുതെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് മാത്രമായില്ലല്ലോ. ഡയലോഗ് പറയാൻ ആർക്കും പറ്റും, ഒരു സീരിയൽ നടനും പറ്റും, അതുകൊണ്ടായില്ലല്ലോ. ഈ പറയുന്ന സംഭാഷണം തന്നെ നമുക്ക് ചിലപ്പോൾ തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും ഒരു ക്ലാരിറ്റി കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ചൂടാക്കിയിട്ട് വായിലിട്ടായിട്ട് നമ്മളോട് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർത്തമാനം പറയില്ലേ, അതുപോലെയാണ് മൂപ്പര സംഭാഷണം. അതേപോലെ തന്നെയുണ്ട് സിദ്ദിഖ് ലാലിൻ്റെ സംഭാഷണം. നമുക്കൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ പടത്തിൽ അഭിനയിച്ച് അവരുടെ സംഭാഷണം അവരെന്നെ ഡബ് ചെയ്ത് വരുമ്പോൾ പശ്ചാത്തല സംഗീതം സ്വല്പം കയറി നിന്നാൽ ഇവരെന്താ പറയുന്നത് മനസ്സിലാവില്ല. പശ്ചാത്തല സംഗീതം തീരെ ഇല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എനിക്കിപ്പോൾ ചന്തുവിൻ്റെ പടങ്ങൾ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ വളരും, എല്ലാവരും പഠിക്കും. എല്ലാവരും ഇത് പഠിച്ചു വരുന്നതല്ലല്ലോ. പിന്നെ അച്ഛൻ്റെ കഴിവ് അതേപോലെ മക്കൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നൊക്കെ പഠിച്ചുണ്ടാക്കട്ടെ. ഇനി ഇവിടെ ഞങ്ങൾ ആ കുടുംബം നോക്കേണ്ടത് ചന്തുവിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരുപാട് ഭാരങ്ങൾ തോളത്ത് വെച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ സലീം കുമാർ യാത്രയായിരിക്കുന്നത്. അപ്പോൾ ഇനിയെല്ലാം ഇപ്പോൾ എല്ലാം കാര്യങ്ങളും അവിടെ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോയി. ഇനി ഒരാൾ പോലും ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല. അവിടേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മുടെ സലീം കുമാറിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഏറ്റവും വലിയ സ്നേഹിതനായ ദിലീപ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിലും ദിലീപ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റുള്ളവരൊക്കെ ഇനി ചിലപ്പോൾ സലീം കുമാർ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ആർക്കും അതിനെപ്പറ്റി 4 ദിവസം കഴിയുമ്പോൾ എല്ലാവരും അതിനെ മറക്കും. ആ വീട് തന്നെ മറക്കും. ഇനിയിപ്പോൾ ഈ പയ്യന് വല്ല റോളൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ആ പരിചയമുള്ള ആൾക്കാർ തന്നെ പലതും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും, ചാൻസുകൾ കുറവായിട്ട് വരും. അതിനും ദിലീപ് തന്നെ ഈ മുന്നിട്ട് ഇറങ്ങണം. എന്തായാലും ആ കുടുംബം നന്നായിരിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. എല്ലാ ആശംസകളും നേർന്നു നമ്മുടെ സലീം കുമാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരട്ടെ നേർന്നുകൊണ്ട് ഈ വീഡിയോ നമുക്ക്